ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് MCA കോളേജസിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദിയർ അക്കാഡമിക്സ് ആൻഡ് പ്ലേസ്മെൻറ്റ്സ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാം, ഈ വീഡിയോയിൽ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ പ്യുവർലി ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് റിവ്യൂസ് ആണ്. കറൻ്റ്ലി ഉള്ള സ്റ്റുഡൻസ് ആൻഡ് ഓൾറെഡി പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആൻഡ് ഓൾസോ പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ആൻഡ് പ്ലേസ്മെൻറ്റ്സ്, ഫാക്കൾട്ടി, അക്കാഡമിക് എക്സ്പീരിയൻസ് ഇതെല്ലാം തന്നെ ഓരോ ഇയറും മാറും, ഓരോ സ്റ്റുഡൻറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻഫർമേഷൻ പോലെയാണ്, ചെറിയ ഇൻഫോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരു കോളേജിനെയും റിജക്റ്റും ചെയ്യരുത്, ചൂസും ചെയ്യരുത്. നിങ്ങൾക്കൊരു ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കണമെങ്കിൽ കറൻറ്റ് സ്റ്റുഡൻസിനോട് സംസാരിക്കുക ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഡേറ്റ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുക ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഈ ഒരു വീഡിയോ മാത്രം വെച്ചിട്ട് ഒരു ഡിസിഷനും എടുക്കണ്ട. ആൻഡ് കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്, വിച്ച് ഐ ഗോട്ട്. ആൻഡ് ഇതിൽ ഞാനിപ്പോൾ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജസിൻ്റെ ലിസ്റ്റ് വെച്ചിട്ടില്ല, ബിക്കോസ് എല്ലാവർക്കും തന്നെ ആ 5 കോളേജസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് വൺ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയാണ്. ഇവിടെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് മോസ്റ്റ്ലി ബിടെക് സ്റ്റുഡൻസിനാണ്. MCA സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബട്ട് MCAക്ക് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ പ്ലേസ്മെൻറ്റ് MCAക്ക് കിട്ടണമെങ്കിൽ അത് സ്റ്റുഡൻസിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും. ബട്ട് മോസ്റ്റ് ഓഫ് ദ പ്ലേസ്മെൻറ്റ്സ് വരുന്നത് ഓൺലി ഫോർ ബിടെക്. ഇനി സെക്കൻഡ് വൺ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ആണ്. ഇവിടെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലിമിറ്റഡ് ആണ് ആൻഡ് അക്കാഡമിക്സ് ഓൾസോ ആവറേജ് എന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. ഇനിയുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറാണ്. ഇവിടെയും പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്, ബട്ട് അക്കാഡമിക്സ്, പിന്നെ ടീച്ചിങ് ക്വാളിറ്റി, ഓവറോൾ എക്സ്പീരിയൻസ് എല്ലാം തന്നെ നല്ല ഡീസൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഒരു കോളേജിൽ പ്ലേസ്മെൻറ്റ്സ് മാത്രമാണ് ലിമിറ്റഡ് ആയിട്ട് വരുന്നത്. ഇനിയുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയാണ്. ആൻഡ് ഇവിടെയും പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ് ആൻഡ് പ്രീവിയസ് ഇയറിൽ പ്ലേസ്മെൻറ്റ് റേറ്റ് കുറച്ച് കുറവായിരുന്നു. നെക്സ്റ്റ് വൺ ഫിസാറ്റ് ആണ്. ഫിസാറ്റ് റിലേറ്റീവ്ലി കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ബട്ട് ബാക്കി കോളേജസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അക്കാഡമിക്സും പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ നല്ല ഹയർ ആണ്. നെക്സ്റ്റ് വൺ, ഇലഹ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. ഇവിടെ നല്ല അക്കാഡമിക്സ് ആണ് ഉള്ളത്, അക്കാഡമിക് എൻവിറോൺമെൻറ്റ് സ്ട്രോങ് ആണ്, പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, ബട്ട് കമ്പാരിറ്റീവ്ലി പ്രീവിയസ് ഇയർ പ്ലേസ്മെൻറ്റ്സ് കുറച്ച് കുറവായിരുന്നു. നെക്സ്റ്റ് വൺ KMCT ആണ്. ഇവിടെ അക്കാഡമിക്സ് എല്ലാം നല്ലതാണ്, ബട്ട് പ്ലേസ്മെൻറ്റ്സ് ഇല്ല എന്നൊരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് കിട്ടിയത്. നെക്സ്റ്റ് വൺ, ലൂർദ് മാതാ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ലാസ്റ്റ് ഇയർ നല്ല പ്ലേസ്മെൻറ്റ് റെക്കോർഡ് ഉണ്ടായിരുന്നു ആൻഡ് സ്റ്റുഡൻസ് ഇൻഫോസിസ്, UST, പിന്നെ ഇതേപോലെയുള്ള സോഫ്റ്റ്വെയർ ഫേംസിലാണ് പ്ലേസ്ഡ് ആയേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് MBITS. പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ഈ കോളേജിൽ നിങ്ങൾക്ക് ഫ്രം ദ സെക്കൻഡ് സെമ്മിൽ തന്നെ തരും ആൻഡ് ലാസ്റ്റ് ഇയർ ഇൻഫോസിസ്, TCS, Q-Spiders ഇതേപോലത്തെ കമ്പനീസിലാണ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയത് ആൻഡ് ഫാക്കൾട്ടീസ് ഓൾസോ ഗുഡ് ആണ്. ഇനി നെക്സ്റ്റ് വൺ, മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ അക്കാഡമിക്സ് ഒക്കെ നല്ല അക്കാഡമിക്സ് ആണ് ആൻഡ് നല്ല പ്ലേസ്മെൻറ്റ് റേറ്റ് ഉണ്ട്. പ്രീവിയസ് ഇയറിൽ നല്ല പ്ലേസ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നൊരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് കിട്ടിയത്. നെക്സ്റ്റ് വൺ, മുത്തൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ആണ്. ഇവിടെ നല്ല അക്കാഡമിക്സ് ഉണ്ട് ആൻഡ് ബാക്കി കോളേജസ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു പ്ലസ് ആയിട്ട് തോന്നിയത് ഇവരുടെ ക്ലാസ് ടൈമിങ്സ് ആണ്. 8 to 1:40 ഇതാണ് ഇവരുടെ ക്ലാസ് ടൈമിങ്സ്. ആൻഡ് ഇൻ കേസ് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ പോർഷൻസ് കവർ ആയിട്ടില്ല എങ്കിൽ മാത്രം കുറച്ച് എക്സ്ട്രാ 3 o'clock വരെയൊക്കെ ക്ലാസ് പോകും, അല്ലെങ്കിൽ നോർമലി 8 to 1:40 ആണ് ക്ലാസ്സിൻ്റെ ടൈമിങ്സ്. ഇനി പ്രീവിയസ് ഇയറിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കുമ്പോൾ 50% ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ നല്ല അക്കാഡമിക്സ് ആണ് ഉള്ളത് ആൻഡ് പ്ലേസ്മെൻറ്റ് ആയാലും പ്ലേസ്മെൻറ്റിൽ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടാവും. ആപ്റ്റിറ്റ്യൂഡ് ആയാലും കോഡിംഗ് ആയാലും സപ്പോർട്ട് ചെയ്യും ആൻഡ് നമ്മളുടെ എഫേർട്ടും കൂടി വേണം. ആൻഡ് നല്ല പ്ലേസ്മെൻറ്റ് റേറ്റ് ആണുള്ളത്. പ്രീവിയസ് ഇയറിൽ 28 സ്റ്റുഡൻസ് ആണ് ഇവിടെ നിന്ന്. സോ ഇത്രയും കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് കിട്ടിയത് ആൻഡ് ഇതിൽ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആൻഡ് ഓൾസോ ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തത്. സോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാത്രം ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കോളേജും ചൂസ് ചെയ്യേണ്ട ആൻഡ് റിജക്റ്റും ചെയ്യേണ്ട. റിസർച്ച് ഇറ്റ് ആൻഡ് മേക്ക് യുവർ ഓൺ ഡിസിഷൻ. താങ്ക് യു.